ബഹുമാന്യ സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ രക്ഷയുടെ ഭദ്രത സംബന്ധിച്ച് നഷ്ടവാദം ഉന്നയിക്കുന്ന ആളുകൾ തിരുവെഴുത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന നഷ്ടവാദങ്ങൾക്കുള്ള വേദഭാഗങ്ങളിലൂടെ അതിൻ്റെ മറുപടിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാം ഭാഗം സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ 5-ാമത്തെ ഭാഗം. അതാണ് ഈ രാത്രി നാം ഒന്നിച്ച് ഇവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗത്തുനിന്ന് ഇന്ന് തുടങ്ങുവാനാണ് ദൈവസനിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ 5 പ്രധാനപ്പെട്ട വേദഭാഗങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ആ നഷ്ടഭാഗത്തിനുള്ള മറുപടി പറയുവാൻ ദൈവസനിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന അനന്യാസിൻ്റെയും സഫീറയുടെയും മരണമാണ്. പുതിയ നിയമ സഭാ കാലഘട്ടത്തിൻ്റെ ആദ്യ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസ് സഫീറ ദമ്പതികൾ അവർ ദൈവസന്നിധിയിൽ വന്നിട്ട് പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ട് തങ്ങൾ പാപം ചെയ്യാൽ മരിച്ചു പോയിരിക്കുന്നു, അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് നഷ്ടവാദികളായ ചില ആളുകൾ സൂചിപ്പിക്കുന്നത്. ഈ നഷ്ടവാദികൾ അവിടെ പറയുന്ന പ്രമേയം എന്ന് പറയുന്നത് അനന്യാസും സഫീറയും അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു, അവരെ തൽക്ഷണം മരിച്ചുപോയി. എന്നാൽ അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തങ്ങൾ വസ്തുവകൾ വിറ്റത് ഇത്രയ്ക്കോ എന്ന് പത്രോസ് ചോദിച്ചപ്പോൾ അത്രയ്ക്ക് തന്നെ എന്നവർ വ്യാജം പറഞ്ഞു. അങ്ങനെ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തെ തെറ്റ്. അങ്ങനെ കള്ളം പറഞ്ഞു എന്നുള്ളത് അവരുടെ ഭാഗത്തെ തെറ്റാണെന്നും അങ്ങനെ ആ തെറ്റ് ചെയ്തതുകൊണ്ട് അവർ മരിച്ചുപോയി, അവർ സ്വർഗരാജ്യത്തിനുണ്ടായിരിക്കുകയില്ല എന്ന് വാദിച്ചാൽ ഭൂമിയിൽ ഒരൊറ്റ വിശ്വാസി, ഏത് സഭാ വിഭാഗങ്ങളിൽപ്പെട്ട വിശ്വാസിയും ഒരാൾ പോലും സ്വർഗരാജ്യത്തിൽ ഉണ്ടാവുകയില്ല. കാരണം കള്ളമോ തെറ്റോ വ്യാജമോ പറയാത്ത ഏതെങ്കിലും ഒരു വിശ്വാസി ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസരോചിതമായി വ്യാജമോ കള്ളമോ ഭോഷ്കോ ഒക്കെ പറയുന്ന അല്ലെങ്കിൽ പറയാൻ സാധ്യതയുള്ള ആളുകളാണ് എല്ലാവരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിൽ ഒരാൾ ഇവിടുന്ന് ചെങ്ങന്നൂർ വരെ അല്ലെങ്കിൽ കോട്ടയം വരെ യാത്ര ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു 10 സ്റ്റെപ്പ് മുമ്പോട്ട് നടന്നപ്പോൾ നമ്മുടെ അയൽവക്കക്കാരൻ ഒരാൾ നമ്മളെ കണ്ടു. രാവിലെ എങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മറുപടി പറയുക, ഇറ്റത്തം വരെ പോവുക, ഇവിടെ വരെ പോവുക എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു സ്ഥലം വരെ പോവുക, അല്ലെങ്കിൽ ഞാൻ ദൂരെയെങ്ങും അല്ല, ഇവിടെ അടുത്തൊരു സ്ഥലം വരെ ഒരു പോവുക, ഇപ്പോഴേക്ക് വരും എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവതരമായ ഒരു കള്ളമല്ല പറഞ്ഞ്, എങ്കിലും ഒരു അളവിൽ അത് കള്ളമാണ്. അങ്ങനെ പോലും ഒരു കള്ളം പറയാത്ത ഏതെങ്കിലും മഹാപരിശുദ്ധന്മാരായ വിശ്വാസികൾ പുതിയ നിയമകാലഘട്ടത്തിലുണ്ട് എന്ന് തെളിയിക്കാൻ ഏറെ പ്രയാസം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ പോലും പോകുകയില്ല. ഇവിടെ ഇവരെ സംബന്ധിച്ച് പറ്റിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഈ കാലഘട്ടം. അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ജനം പ്രവേശിക്കുകയും പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് അതിശക്തമായി സാക്ഷ്യം പറയുകയും ചെയ്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവരെ നിലം വിറ്റത് ഇത്രയ്ക്കോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് തന്നെ എന്ന് സത്യവിരുദ്ധമായ നിലയിൽ സാക്ഷ്യം പറഞ്ഞു. അവർ ചെയ്ത തെറ്റ് വിറ്റത് ഇത്രയ്ക്ക് ആണ് എന്ന് തെറ്റായി പറഞ്ഞു എന്നുള്ളതാണ്. അതിനാണ് ദൈവം അവരെ ശിക്ഷിച്ചത്. ആ പരിവർത്തന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്രമാത്രം ശക്തവും
അതിനുള്ള പ്രതിവിധിയാകുന്ന ശിക്ഷ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതും ആയിരുന്നുകൊണ്ട് ശേഷം ഉള്ള വിശ്വാസികളുടെ ഭയത്തിനായി ദൈവം ഒരു പ്രത്യേക സംഭവം എന്ന നിലയിൽ ഇടപെട്ട ഒരു ചരിത്രമാണ് അനന്യാസിൻ്റെയും സഫീറിയുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതും ആത്മരക്ഷാ നഷ്ടവുമായി യാതൊരു ബന്ധവുമില്ല. അവർ തൽക്ഷണം മരിച്ചു വീണു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവരുടെ ആത്മാക്കൾ അതുകൂടെ നഷ്ടപ്പെട്ടു പോയി എന്ന് സ്ഥാപിക്കാൻ യാതൊരു വചനഭാഗവും നമുക്ക് കിട്ടുന്നില്ല. ഇനിയും രണ്ടാമതായി ഈ ബന്ധത്തിൽ രാത്രി ഓർപ്പിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പത്രോസ് ശിമോനോട് പറയുകയാണ്, സകല കപടവും ധൂർത്തം നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, നീ ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാം എന്ന് നിരൂപിക്കിയാൽ നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. പക്ഷേ നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് പാപക്ഷമ ലഭിക്കുമായിരിക്കും എന്ന് പത്രോസ് പറയുന്നു. അത് ഏത് ബന്ധത്തിലാണ് നമുക്കറിയാം. ശമരിയയിൽ അതിശക്തമായി സുവിശേഷ പ്രവർത്തനങ്ങൾ അരങ്ങേറുകയാണ്. അനേക ആളുകൾ ശമരിയരുടെ കൂട്ടത്തിൽ വന്ന് പലരും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിനെ ഏറ്റുപറയുകയും ചെയ്തു. അങ്ങനെ ഏറ്റുപറഞ്ഞ ആളുകൾ പല ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവരും സ്നാനമേൽക്കുകയും, അതായത് യേശുവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിതാവായി സ്വീകരിച്ച ആളുകൾ സ്നാനമേൽക്കുകയും ശിമോൻ താനും സ്നാനമേറ്റ് അവരോട് ചേർന്ന് നിന്നു എന്നാണ് വായിക്കുന്നത്. കർത്താവിനോട് ചേർന്നു എന്നെഴുതില്ല. ഇനി രണ്ടാമത്തെ വിഷയം, ശിമോൻ രക്ഷിക്കപ്പെട്ടു എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും സ്നാനമേൽക്കുകയും ഈ ശിമോനും സ്നാനമേറ്റ് അവരോട് ചേർന്ന് നിന്നു എന്നാണ് വായിക്കുന്നത്. പല ആളുകൾ അവിടെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയുടെ ഫലമായി രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുന്നു. പലരും കർത്താവിനെ ഏറ്റുപറയുന്നവർ സ്നാനം സ്വീകരിക്കുന്നു. ഇത് ശിമോൻ കണ്ടു. ശിമോൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കർത്താവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിതാവായി സ്വീകരിക്കുന്ന ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന കാഴ്ച ശിമോൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് താൻ്റെ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടണത്തിലുള്ള ആളുകളെ ഭ്രമിപ്പിച്ചു പോരുകയും ചെയ്ത ഒരു മായാജാലക്കാരൻ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയായിരുന്നു ഈ ശിമോൻ എന്ന് പറയുന്ന ആൾ. ഈ ക്ഷുദ്രക്കാരനായ അഭിചാരകനായ അല്ലെങ്കിൽ മന്ത്രവാദിയായ ഈ ശിമോനെ ഇവിടെ പറയുകയാണ്, ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ച. അപ്പൊ ശമര്യർ വിശ്വസിച്ചു. പത്രോസ് ചെന്നു. പത്രോസ് അത് കണ്ടു. അവർ കർത്താവിനെ കൈക്കൊണ്ടെന്ന് കണ്ടു. അവരുടെ മേൽ കൈവച്ചു. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു താല്പര്യം, ഈ ശിമോനൊരു താല്പര്യം. കാര്യം ഇവൻ ആഭിചാരം ചെയ്യാനും മന്ത്രവാദം ചെയ്യാനും ഒക്കെ ചെലവുകളുണ്ട്. അതിന് വേണ്ടി വന്നാൽ തെറ്റിപ്പൂവ്, അല്ലെങ്കിൽ നെൽക്കതിര്, തേങ്ങായ, പഴം, കദളിപ്പഴം, ഇങ്ങനെ പല സാധനങ്ങളൊക്കെ വേണം. പൂജാ വിഷയങ്ങളൊക്കെ വേണം. ഇത് നയാ പൈസയുടെ ചെലവില്ല. പത്രോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവന് ഒരു താല്പര്യം. അവൻ കുറെ പണം കൊണ്ട് പത്രോസിനെങ്കിലും വന്നിട്ട് പറഞ്ഞു, ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ എനിക്കും അത് ലഭിക്കേണ്ടതിന് ഈ ആത്മാവിനെ എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. അവിടെയാണ് പത്രോസ് തിരിഞ്ഞ് അവനെ ശാസിച്ചത്. സകല കപടവും ധൂർത്തം നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, നീ ദൈവത്തിന് ദാനം പണം കൊടുത്ത് വാങ്ങാം എന്ന് നിരൂപിക്കിയാൽ നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പ്രസ്താവിച്ചായി നമ്മളോട് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ ഏറ്റവും വ്യക്തമായി വായിക്കേണ്ട വിഷയം നമ്മൾ വായിക്കുന്നത്, അവിടെ ശിമോൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ അവനെ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്ന് പത്രോസ് സംബോധന ചെയ്തു എന്നാണ് ഇവിടെ ഈ രക്ഷാനഷ്ടവാദികൾ പറയുന്നത്. അവിടെ ഈ വേദഭാഗത്ത് ശിമോൻ രക്ഷിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വാക്യം പോലുമില്ല. എല്ലാവരും സ്നാനമേൽക്കയിൽ ശിമോന് സ്നാനമേറ്റു, അവനോട് ചേർന്ന് നിന്നു എന്ന് മാത്രമേ വായിക്കുന്നുള്ളൂ. സ്നാനപ്പെട്ടവർ രക്ഷിക്കപ്പെടും നല്ല വേദോസം പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം എന്നാണ്. ഇവിടെ ഇവൻ സ്നാനപ്പെട്ടു എന്ന് പറയുന്ന അല്ലാതെ രക്ഷിക്കപ്പെട്ടതായി പറയുന്നില്ല. രക്ഷിക്കപ്പെട്ടവന്റെ പ്രവൃത്തിയുമല്ല പിന്നീട് അവൻ ജീവിതത്തിൽ കാണുന്നത്. അവൻ പണം കൊടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം വാങ്ങാം എന്ന് നിരൂപിച്ചൊരു ദ്രവ്യാഗ്രഹിയായിരുന്നു. അവിടെ വായിക്കുന്നു, ആ ദ്രവ്യാഗ്രഹി അത് നിമിത്തം അവിടെ നമ്മൾ വായിക്കുന്നത് അവനെ പത്രോസിനെ എഴുതുന്ന ശാസന ഏറ്റുവാങ്ങുകയും ആ ശാസനയാൽ അവൻ അവിടെ വല്ലാതെയായി തിരികെ നീ വല്ലാത്ത ചതിയിലും അതുപോലെ തന്നെ കെണിയിലും അകപ്പെട്ടിരിക്കുന്നു എന്നാണ് പത്രോസ് അവരോട് പറയുന്നത്. അവന്റെ ആത്മരക്ഷയും പത്രോസിന്റെ ശാസനയും ആ യാതൊരു ബന്ധവും ഇല്ല എന്ന് ഓർത്തുകൊള്ളുക.
മൂന്നാമത്തത് മരുഭൂമിയിൽ പട്ടുപോയ ആൾ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വാക്കിൽ അവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി, അവരിൽ ആരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞാണ്. മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ ആളുകൾ ക്രിസ്തീയ ജീവിതത്തിന്റെ അങ്ങേ തലയിൽ, അതായത് ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാതെ ഇടയ്ക്ക് വെച്ച് നശിച്ചു പോകുന്ന ആളുകളുടെ ചിത്രമാണ്. അല്ലെങ്കിൽ അവരുടെ ജീവരക്ഷ പ്രാപിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളാണ്. ആത്മരക്ഷ അവരെ നഷ്ടപ്പെട്ടുവെന്ന് വേദപുസ്തകത്തിൽ എവിടെയുമില്ല. കാര്യം അവരെല്ലാവരും പെസകയും ചോരത്തെളിയും ആചരിക്കപ്പെടുകയാൽ വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മരുഭൂമിയിൽ പട്ടുപോയ 5,99,998 പേരും യോശുവയും കാലേബും ഒഴികെയുള്ള എല്ലാവരും വീണ്ടും ജന്മം പ്രാപിച്ചവരും ദൈവ രാജ്യത്തിന് അവകാശികളുമാണ്. എന്നാൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൗതിക സ്വസ്ഥതയായ കനാൻ ദേശത്ത് അവർ ചെന്നെത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവർക്ക് അവിശ്വാസം മുഖാന്തരമായി അത് കഴിഞ്ഞില്ല. അവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവരുടെ കൂട്ടത്തിൽ ദൈവദാസനായ മോശയുണ്ട്. മോശയെ പിന്നീട് മത്തായി 17 നമ്മൾ മറുമലയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ഈ യാഥാർത്ഥ്യം അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. കർത്താവിന്റെ ആത്മാവ് ആ നിലയിൽ നമ്മെ അത് പഠിപ്പിക്കുന്നു. ഇനി 4, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായി എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് ഗലാത്യർ 4:19 അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നു. ഗലാത്യയിലെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തു അവരിൽ വസിക്കുന്നവരുമായിരുന്നു എങ്കിൽ പിന്നെ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം എന്താണ്? അപ്പോൾ വിശ്വാസത്തിൽ വന്ന ഈ ഗലാത്യയിലെ വിശ്വാസികൾ അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവരെ പൗലോസും മറ്റും അവരെ അറിയിച്ച സുവിശേഷം കൂടാതെ വേറൊരു സുവിശേഷത്തിനായി അവർ ചെവി അയക്കുകയും അവരെ ഇത്ര ക്ഷണത്തിൽ അവരെ ശുദ്ധനം ചെയ്ത് മയക്കപ്പെട്ടവരെ പോലെ സത്യസുവിശേഷം അകന്നു പോവുകയും ചെയ്തുകൊണ്ട് അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് നഷ്ടവാദികൾ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ വാചകം ഗലാത്യർ 3:26 ചേർത്ത് വായിക്കണം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആശയങ്ങളോട് ചേർന്ന് വേണം നമ്മൾ ഈ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളുള്ള വാക്യം വായിക്കാൻ. 3:26 നിങ്ങൾ വായിക്കുന്നു, ഇനി ശിശുപാലകന്റെ കീഴല്ല ക്രിസ്തുയേശുവിലെ വിശ്വാസാൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ഗലാത്യയിലെ വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണെന്നും അവരിനി ശിശുപാലകന്റെ കീഴിൽ, അതായത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ല എന്നും പറയുകയാൽ ഇവിടെ പറയുന്ന ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുക എന്ന് പറയുന്ന ആശയം ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യം അവരിൽ ഉളവാകുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യം എന്ന് പറയുന്നത് ശിശുപാലകനായ ന്യായപ്രമാണം നൽകുന്ന ആശയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ ശൈശവ ദശയിലെ പാഠങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ന്യായപ്രമാണമെങ്കിൽ അതിന്റെ പക്വമായിരുന്ന അനുഭവത്തെ കാണിക്കുന്ന ഒന്നാണ് കൃപയുടെ പ്രമാണം അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്. അവർ അത് വിശ്വസിച്ച് കർത്താവിന്റെ മക്കളായി തീർന്നിരിക്കുന്നുവെന്നാണ് 3:24 പറയുന്നത്. അവരിപ്പോൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സത്യം അവരുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കേൾവിയാൽ അത്രേ പാപി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ സത്യം അവരുടെ ഹൃദയത്തിൽ അവർ സംഗ്രഹിക്കണം എന്നാണ് ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നുള്ള പ്രയോഗത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് അർത്ഥമാക്കുന്നത്. 5-ാമതായി മറ്റൊരു വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നിർത്താം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അവിടെ പറയുന്നു, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കാൻ പുതുശിഷ്യനും അരുത്. പ്രാദേശിക സ്ഥലസഭയിൽ ഒരു മൂപ്പനെ ആ ശുശ്രൂഷയിലേക്ക് ആനയിക്കുന്ന സമയം വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് പുതുശിഷ്യന്മാരായ ആളുകൾ, സമീപകാലത്ത് രക്ഷിക്കപ്പെട്ടവരോ മറ്റോ ആളുകൾ ആയിരിക്കരുത്. അനുഭവജ്ഞാനമില്ലാതെ വളരെ വേഗത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ സഭാ കൂട്ടായ്മയിലേക്ക് വരികയും ഉടനടി അദ്ദേഹം സഭയുടെ ശുശ്രൂഷകനായി അല്ലെങ്കിൽ മൂപ്പനായി അവരോധിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. കാരണം എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കപ്പെട്ട ഒരാൾ യാതൊരുവിധമായ സലസഭ പ്രായോഗിക പരിശീലനം കൂടാതെ
വളരെ വേഗത്തിൽ അദ്ദേഹം ഒരു മൂപ്പന്റെ അല്ലെങ്കിൽ ശുശ്രൂഷകന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് നിഗളിച്ചിട്ട് പിശാചിൽ വന്ന സ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടാകും. അതായത് അദ്ദേഹം ചിന്തിക്കും, ഞാൻ ഈ സമയത്താണ് രക്ഷിക്കപ്പെട്ടത്, എന്നാൽ നോക്കിയ എന്നെ പെട്ടെന്ന് തന്നെ സഭയുടെ മൂപ്പനാക്കി അല്ലെങ്കിൽ ശുശ്രൂഷകനാക്കി, ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിഗളിപ്പാൻ ഇടയായിത്തീരും. നിഗളിച്ചാൽ ശിക്ഷയുണ്ടാവും. പിശാച് നിഗളിച്ചതാണ് ദൈവം അവനെ വെട്ടി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇടാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് പിശാചിന്റെ കുറ്റം ചുമത്തലിൽ വീഴാതിരിക്കേണ്ടതിന് ഈ പുതുശിഷ്യൻ അരുത് എന്നാണ് പറയുന്നത്. അല്ലാതെ നിത്യമായ നരകത്തിലേക്ക് അവൻ പോകേണ്ടതിന് അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് പുതുശിഷ്യനായിരുന്നല്ല, അവൻ പിശാചിന്റെ കുറ്റാരോപണത്തിന്റെ കീഴിൽ വീഴാതിരിപ്പാൻ എന്ത് ചെയ്യണം? അവൻ തന്നെ താൻ സൂക്ഷിക്കണം എന്നാണ് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രഥമത സൂചിപ്പിച്ചു. അനന്യാസിന്റെയും സഫീറയുടെയും മരണം, കുറെ ഈ മന്ത്രവാദിയായിരുന്ന ആഭിയാലകനായ ശിമോന്റെ ശിക്ഷ, അല്ലെങ്കിൽ ശിമോനെ ലഭിച്ച റെബ്യൂക്ക്, അതുപോലെ തന്നെ മരുഭൂമിയിൽ പട്ടുപോയ ഇസ്രയേൽ ജാതികളുടെ രക്ഷ, കർത്താവായ യേശു ക്രിസ്തു ഗലാത്യരുടെ ഹൃദയത്തിൽ ഉരുവാകുവോളം പിന്നെയും പ്രസവപ്പെടുന്നവരായ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള പൗലോസിന്റെ പരാമർശം, അതുപോലെ പുതുശിഷ്യന്മാരെ മൂപ്പൻ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന സമയത്ത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതുശിഷ്യനും അരുത് എന്നുള്ള പ്രസ്താവന. അതുകൊണ്ട് ഈ പ്രസ്താവനകൾ വാസ്തവമായി നമ്മൾ മനസ്സിലാക്കി ദൈവം മുമ്പാകെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷ ഒരു കാരണവശാലും നഷ്ടമാക്കാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യം ഗ്രഹിച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മുന്നേറുവാൻ ഈ ക്ലാസ്സുകളും വിശേഷാൽ ഈ വാക്യഭാഗങ്ങൾ കൂടിയുള്ള രക്ഷാനഷ്ടവാദികൾക്കുള്ള അവരുടെ ആരോപണങ്ങളുള്ള മറുപടിയും സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും തുടർന്നും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.